അബൂ ദുഐബ് അൽ ഹുദലി റളിയല്ലാഹു അൻഹു മാത ലഹു 8 ഔലാദ് ഫീ യൗമിൻ വാഹിദിൻ ബിത്വഊൻ. അബൂ ദുഐബ് അൽ ഹുദലി റളിയല്ലാഹു അൻഹുവിന്റെ 8 മക്കളാണ് ഒരൊറ്റ ദിവസം പ്ലാഗ് രോഗം കൊണ്ട് മരിച്ചുപോയത്. ഒരു ദിവസം സ്വന്തം മക്കളിൽ 8 മക്കളും ഒരൊറ്റ ദിവസത്തെ പ്ലാഗ് രോഗം ബാധയിൽ 8 മക്കൾ മരിച്ചുപോയ അല്ലാഹുവിനോട് അല്ലാഹുവേ ലക്കൽ ഹംദു യാ റബ്ബ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും അല്ലാഹുവേ തന്നത് നീയാണ്, കൊണ്ടുപോകുന്നവൻ നീയാണ്. എന്റെ മക്കളിൽ 8 പേരെ നീ ഇന്ന് കൊണ്ടുപോയല്ലോ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ നമ്മളൊക്കെ സമാനമായി നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ. മഹാനായ കാളമ്പാടി ഉസ്താദ് അവറുകൾ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാറുകളുടെ 2 പെൺകുട്ടികൾ ഒരു ബസ് ആക്സിഡന്റിൽ മരിച്ചുപോയപ്പോ ആ 2 മക്കളെയും വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ജനാസ നിർവഹിക്കുന്ന, അവരെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ചെയ്യുന്ന നേരത്ത് ആ 2 മക്കളെ ഇന്നാ ലില്ലാഹി പറഞ്ഞ് സ്വീകരിച്ച വാപ്പയാണ് സമസ്തയുടെ പ്രസിഡന്റായി മരിച്ചുപോയ മഹാനായ കാളമ്പാടി ഉസ്താദ് അവറുകൾ. എന്റെ മോള് ഒരാൾ വരുന്നുണ്ട്, അവർക്ക് ജനാസ നിസ്കരിച്ചിട്ട് പോയാൽ മതി എന്ന് വീട്ടിലേക്ക് ആശ്വസിപ്പിക്കാൻ വരുന്ന ആളുകളോട് കഴിഞ്ഞപ്പം പറഞ്ഞു, ഒരാൾ കൂടെ വരുന്നുണ്ട്, എന്റെ 2 മക്കളും മരിച്ചു പോയിട്ടുണ്ട്, അവളും കൂടെ വന്ന് അവളെയും കുളിപ്പിച്ച് അവളുടെ ജനാസ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് കൂടെ വന്ന ആളുകളോട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ക്ഷമ ചെയ്ത് പറഞ്ഞ മഹാനായ കാളമ്പാടി ഉസ്താദ് അവറുകൾ. അല്ലാഹുവയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. നമുക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് എത്രയോ പ്രായമായ നമ്മുടെ വല്ലിപ്പയോ വല്യുമ്മയോ മരിക്കുമ്പോൾ പോലും താങ്ങാനാവാത്ത സങ്കടം. ഇന്നൽ ഖൽബ ലയഹ്സനു വൽ ഐന തദ്മഉ. മുത്തനബി തങ്ങൾ പറയുമായിരുന്നു, കണ്ണുകൾക്ക് സങ്കടം വരും. അൽ ഐനു തദ്മഉ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരും. വൽ ഖൽബു യഹ്സനു, ഖൽബിൽ നിന്ന് സങ്കടം അണപൊട്ടി ഒഴുകും. അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ലാതെ നമ്മുടെ നാവുകൊണ്ട് പറഞ്ഞു പോവരുത്. കണ്ണ് സങ്കടപ്പെടും, സ്വാഭാവികമാണ്. കണ്ണിന്ന് കണ്ണുനീര് വരും, തേങ്ങി കരയേണ്ടി വരും, ഒരുപാട് സങ്കടപ്പെട്ടിരിക്കേണ്ടി വരും. എന്നാലും അള്ളാഹുവിനെ പഴിചാരുകയോ അള്ളാഹുവിനെ ചീത്ത പറയുകയോ അള്ളാഹുവേ എന്നോടിത് വേണ്ടിയിരുന്ന റബ്ബേ എന്ന് ചോദിക്കുക പോലും നാവിൽ നിന്ന് അള്ളാഹുവിന്റെ വിധിയിൽ അക്ഷമ കാണിക്കുന്ന ഒരു പദപ്രയോഗങ്ങളും ഒരു സത്യവിശ്വാസിയിൽ നിന്ന് വന്നുകൂടാ. തിരുപിതങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന മുത്തുനബിയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോനാണ്. 2 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്നപ്പോൾ മരിച്ചുപോയ ഇബ്രാഹിം എന്ന കുഞ്ഞുമോൻ. ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. മോനെ ഇബ്രാഹിമേ, നിങ്ങളുടെ വിയോഗത്തിൽ, നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മോനെ. അല്ലൈനു തദ്മഉ, കണ്ണിന്ന് കണ്ണുനീര് വരുന്നുണ്ട് മോനെ. വൽ ഖൽബ യഹ്സനു, ഹൃദയം സങ്കടപ്പെടുന്നുണ്ട് മോനെ. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബ്, അല്ലാഹുവിന് ഇഷ്ടമുള്ളതല്ലാതെ ഞങ്ങൾ പറയില്ല തമ്പുരാനെ. മോനെ ഇബ്രാഹിമേ, ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിമു ലമഹ്സൂനൂൻ. ഇബ്രാഹിമേ മോനെ, നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മോനെ എന്ന് പ്രിയപ്പെട്ട മോനെ കഫൻ ചെയ്ത് കൊണ്ടുപോകുന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മക്കളും 7 മക്കളിൽ 6 മക്കളും വാപ്പ ജീവിച്ചിരിക്കെ മരിച്ചുപോയവരാ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പ എന്ന നബി തങ്ങൾ ജീവിച്ചിരിക്കെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒഴികെയുള്ള ബാക്കി എല്ലാ മക്കളും ഹബീബ് ജീവിച്ചിരിക്കെ മരിച്ചുപോയിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്താ നമ്മുടെ ടെൻഷൻ? നമ്മൾ വലിയ ടെൻഷൻ പറഞ്ഞിരിക്കുക. എന്താ നമുക്ക് ടെൻഷൻ ഉള്ളത്? എന്താ നമുക്ക് ടെൻഷൻ എന്ന് പറയാൻ അവകാശം എന്താ ഉള്ളത്? ചെറിയൊരു വിഷയം വരുമ്പോഴേക്കും ഭയങ്കര വിഷയമായിട്ട് നമ്മൾ അവതരിപ്പിക്കാം. ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും ലോകത്ത് ഇതിലും വലിയൊരു ലോക സമസ്യ വേറെ ഇല്ല എന്നാ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്രയോ നിഅമത്ത് അല്ലാഹു തന്ന ഈ ലോകം പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇത് സ്വർഗ്ഗമാണോ? അല്ല, ഇത് സ്വർഗ്ഗമല്ല, ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. പക്ഷേ അല്ലാഹു എക്കാലവും എന്നും അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയില്ല. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. പരീക്ഷണങ്ങൾക്ക് പിന്നിൽ അല്ലാഹു തആല ആശ്വാസം നൽകാൻ പോകുന്നുണ്ട്. തീർച്ചയായും പരീക്ഷണങ്ങൾക്ക് പിറകിൽ ആശ്വാസമുണ്ട്. 2 തവണയാണ് ഖുർആൻ പറഞ്ഞത്. ആ ആശ്വാസത്തിന്റെ വിവിധങ്ങളായ വഴികൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു.
മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി അടക്കമുള്ള ആളുകൾ ഒരു ടാക്സി ഡ്രൈവറുടെ കഥ പറയുന്നുണ്ട്. ടാക്സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീസലിന് പെട്രോളിനോടുന്ന കാറല്ല, ഒരു കഴുതപ്പുറത്ത് ടാക്സി കൊണ്ടുപോകാൻ ഡമസ്കസിൽ നിന്ന് ജബ്ദാനിലേക്ക് യാത്ര പോകുന്ന ഒരു ടാക്സി ഉണ്ട്. അവിടെ ഏതോ ഒരു സാധു ആള് എന്ത് ചെയ്യാണ്, ടാക്സി ഓടിക്കുകയാണ്. എന്താണ് ടാക്സി? വാഹനം ഒരു കഴുതയാണ്, ഒരു കുതിരയോ കഴുതയോ. അല ബഗ്ലിൻ, കോവർ കഴുതയാണ്, കുതിരയല്ല കഴുതയല്ല, എന്റെ ഇടക്കുള്ള കോവർ കഴുത, ബഗ്, മ്യൂൾ എന്ന് ഇംഗ്ലീഷിൽ പറയും, MULE. ആ ഒരു മൃഗം പറഞ്ഞ ഓട്ടോറിക്ഷയല്ല, കാറുമല്ല, അതിന്റെ ഇടക്ക്. അങ്ങനെ ഉണ്ടല്ലോ അല്ലെ, ഓട്ടോറിക്ഷന്റെ ചാർജിന് കാറിന്റെ സുഖമുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം. അങ്ങനെയൊക്കെ കണക്കൂട്ടാം. ഒരു ബഗിൽ ജബ്ദാനിലേക്ക്, ഡമസ്കസിൽ നിന്ന്, സിറിയയുടെ ഡമസ്കസിൽ നിന്ന്, ദിമഷ്കിൽ നിന്ന് ജബ്ദാനിലേക്ക് ട്രിപ്പ് പോവുകയാണ്. അദ്ദേഹം ആളുകളെ പൈസ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും, ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക, ഇത്രയാണ് വാടക, കുഴപ്പമില്ല, കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുമ്പോ ഒരാൾ കയറി. ആ മനുഷ്യൻ വലിയൊരു കൊള്ളക്കാരനായിരുന്നു. അത് ഇയാൾക്കറിയില്ല, കടന്നു വരുന്ന ആൾക്കാർക്ക് അറിയില്ല. ഇയാളെ ഉപദ്രവിക്കാൻ വേണ്ടി വരികയെന്നറിയില്ല. കൂടെ കയറി വന്ന യാത്രക്കാരൻ എന്താണ് ഉദ്ദേശ്യമെന്നറിയുന്നില്ല, എന്താണ് ലക്ഷ്യമെന്നറിയുന്നില്ല. ജബ്ദാനിലേക്കാണ് പോവേണ്ടത്, ഡമസ്കസിൽ നിന്നാണ് വാഹനം കയറുന്നത്. ഇയാളുടെ കൂടെ ആ ഒരു മ്യൂളിൽ, ആ ഒരു കഴുതപ്പുറത്തല്ല, ഒരു കോവർ കഴുത എന്ന് അതിന് പറയാം, കോവർ കഴുതയ്ക്ക് മീതെ യാത്ര പോവുകയാണ്. പോകുമ്പോ ജബ്ദാനിലേക്ക് പോകുന്ന മെയിൻ റൂട്ടുണ്ട്, ആ റൂട്ടിൽ നിന്ന് മാറി വേറെ റൂട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. ഇതിലെ തിരിക്ക് വാഹനം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിലെയാണ് പോവാറുള്ളത്, ഇതാണ് എന്റെ വഴി. പറഞ്ഞു, ഇതിൽ പൊയ്ക്കോ, ഇത് ഷോർട്ടാണ്, ഇതെനിക്കറിയും, പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇതിലെ കൊണ്ടുപോകുന്നു. നോക്കുമ്പോ ഒരു മലയുടെ താഴ്വാരത്തേക്ക് എത്തിയിരിക്കുകയാണ്. വിജനമായ സ്ഥലമാണത്. സിറിയയിൽ നടന്ന സംഭവമാണിത്. നമ്മുടെ കിതാബുകളിൽ ആലിമീങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചു. അവിടെ എത്തിയപ്പോ അദ്ദേഹം പറയാൻ, എനിക്ക് പേടി തോന്നി. കാരണം വിജനമായ ഒരു മനുഷ്യനും ഒരു മഖ്ലൂക്കും നടന്നു പോകാത്ത വഴിയിലൂടെയാണ് ഇയാൾ എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു, ജബ്ദാനിലേക്കുള്ള വഴി എനിക്കറിയാം, ഇതല്ല വഴി. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറയും, ഇതിലെ വാന്ന് പറഞ്ഞു കൊണ്ടുപോവാൻ. അങ്ങനെ ചെല്ലുമ്പോഴാണ് അദ്ദേഹം പറയുന്നു, ഞാനൊരു സ്ഥലത്തെത്തി നോക്കുമ്പോൾ എത്രയോ ആളുകൾ അവിടെ കഴുത്തറ്റ് കിടക്കുന്നത് ഞാൻ എന്റെ കണ്ണിൽ കണ്ടു. എനിക്ക് മനസ്സിലായി, ഇവനെന്നെ കൊല്ലാൻ കൊണ്ടുവരികയാണ്. എന്നോട് നിർത്താൻ വേണ്ടി പറഞ്ഞു വാഹനം. ഞാൻ നിർത്തി. എന്റെ കയ്യിലുള്ള പൈസയും എന്റെ വസ്ത്രവും എന്റെ ഈ വാഹനവും എല്ലാം മോഷ്ടിക്കലാണ് ഇവന്റെ ലക്ഷ്യം. ഞാൻ ഓടുകയാണ്. എന്റെ പിന്നാലവൻ കൂടി എന്നെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, രക്ഷപ്പെടാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. എന്ത് വേണം നിനക്ക്? എന്റെ സമ്പത്ത് വേണോ നീ എടുത്തോ, എന്റെ വസ്ത്രം വേണോ ഞാൻ നിനക്ക് തരാം, എന്റെ വാഹനം വേണോ നിനക്ക് തരാം, എന്റെ ജീവൻ എനിക്ക് തിരിച്ചുതാ, നീ എന്നെ കൊല്ലല്ലേ. ഒരുപാട് ആളുകളെ ഇവൻ കൊന്നിട്ടുണ്ട്. അങ്ങനെ ശവങ്ങളായി കിടക്കുന്ന എത്രയോ ആളുകളെ ഈ ഡ്രൈവർ, ഈ വാടകക്കാരൻ കണ്ണുകൊണ്ട് കാണാൻ. രംഗം ആലോചിച്ച് നോക്കി. രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഇവന്റെ കയ്യിൽ ആയുധവുമുണ്ട്. ഇവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലും, ഉറപ്പാണ്. അങ്ങനെയാണോ? എന്നാൽ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? ഞാൻ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. ഖിബിലയൊക്കെ നോക്കിയിട്ടൊരു നിസ്കാരം, 2 റക്അത്ത് നിസ്കരിക്കാൻ. ഇത് പറയുന്നതിന്റെ അത്ഭുതം, ആ ഡ്രൈവർക്ക് അപ്പൊ വുളു ഉണ്ടായിരുന്നു എന്നതാണ് അത്ഭുതം. വുളു എടുക്കാൻ വെള്ളം ചോദിക്കുന്നില്ല അവിടെ. എന്താ? ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ, വാഹനം ഓടിക്കുന്ന ആളുകൾ മുഴുസമയം വുളുയിലായിരിക്കണം എന്ന് മനസ്സിലാക്കുക. അതൊരു സുന്നത്ത് കൂടിയാണ്. യാത്ര പോകുമ്പോൾ വുളു ഉണ്ടായിരിക്കും. ഏതെങ്കിലും വല്ല KSRTC ലോറി വന്നിടിച്ച് നമ്മൾ വീട്ടിലെത്തുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ മരിക്കുകയാണെങ്കിൽ വുളുവോടുകൂടെ മരിച്ചൂടെ? വുളു എടുത്തുകൊണ്ടേ വാഹനത്തിലേക്ക് കയറാവൂ, വുളു എടുത്തുകൊണ്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങാവൂ. പെണ്ണുങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നാൽ കുറച്ച് മേക്കപ്പ് ഒക്കെ പോവും, പൗഡറൊക്കെ പോവും, അതൊന്നല്ല വിഷയം. വുളു എടുത്തിട്ട് പോയിക്കോളി. എന്നാൽ ആഖിറത്തിലേക്ക് പോകുമ്പോ നല്ല വുളുഇന്റെ അവസ്ഥയിൽ പോകാം. പിന്നെ വുളു മുറിഞ്ഞ് സാരല്ല. പക്ഷെ പോകുന്ന സമയത്ത് വാഹനം കയറുമ്പോൾ വുളു ഉണ്ടായിരിക്കുകയാണ്. ഇയാൾക്കപ്പോ വുളു ഉണ്ട്. നിസ്കാരമാണ് ആവശ്യം. 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ പിന്നിൽ ഇയാൾ കാത്തിരിക്കുകയാണ്, എന്റെ പിന്നിൽ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാള് പിടിച്ച് കാത്തിരിക്കുന്നു. 2 റക്അത്ത് എന്റെ നിസ്കാരം കഴിഞ്ഞാൽ എന്നെ വെട്ടിക്കൊലപ്പെടുത്താൻ. അദ്ദേഹം പറഞ്ഞു, പേടിച്ചിട്ട് എനിക്ക് ഖുർആൻ ഒന്നും ഓർമ്മ വരുന്നില്ല. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരായത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മ വന്നത്. സൂറത്തുൻ നംലിലെ 62-ാമത്തെ ആയത്ത് ഞാൻ ഓതി. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ
വയക്ഷിഫു السوء അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹ്. അല്ലാഹുവേ നിന്നെ വിളിക്കുമ്പോൾ അമ്മൻ യുജീബുൽ മുൽത്തറ, കഷ്ടപ്പാടിൽ കിടക്കുന്ന ആളിന് ഉത്തരം കൊടുക്കുന്നവനെ അല്ലാഹുവേ. മുൽത്തർ എന്ന് പറഞ്ഞ ഗതികെട്ട ആള്, ഇനി ഒരു രക്ഷയില്ല എന്ന് ഉറപ്പാൻ. റബ്ബേ നീ എന്നെ കൈപിടിക്കുകയല്ലാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. റബ്ബേ നീ എന്നെ കൈവിടല്ല റബ്ബേ. അങ്ങനെ മനസ്സിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഒരു തവജ്ജുഹ് കൽബിൽ നിന്ന് വന്നാൽ അവനാണ് മുൽത്തർ. കുടുങ്ങിപ്പോയി റബ്ബേ, നീ എന്നെ കൈപിടിച്ചാലല്ലാതെ എനിക്ക് രക്ഷയില്ല എന്ന ഒരു തോന്നൽ വരുന്ന ഒരു രംഗമുണ്ട്. അപ്പോഴാണ് മുൽത്തർ എന്ന് പറയാം. ഈ ആമീനൊക്കെ ഒരു സ്ട്രോങ് വരണം. നമ്മൾ ഈ വയന്ന ആമീൻ പറഞ്ഞാലൊന്നും കിട്ടൂല, അതാണ് വിഷയം. അള്ളാഹു ദുആക്ക് ഉത്തരം തരാന്ന് പറഞ്ഞ എന്താണെന്നറിയോ? യുജീബുൽ മുൽത്തറ. കുടുങ്ങിയിട്ടുണ്ട് റബ്ബേ, ഞാൻ കുടുങ്ങി റബ്ബേ എന്ന ഒരു തോന്നൽ കൽബിന്ന് വന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ടോ, അതിന് അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ടാകും. അങ്ങനെ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ദുആഇന് ഉത്തരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ചോദ്യമൊന്നും പോരാ, അള്ളാഹിനോട് നേരിട്ട് അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് റബ്ബേ നീയെങ്ങാനും ജനങ്ങളുടെ കൽബിലേക്ക് നീ തോന്നിപ്പിച്ചു കൊടുത്ത് അവരുടെ കൈകളിൽ നിന്ന് സഹായം വരികയോ, അള്ളാഹു ആകാശം നിറക്കിത്തരില്ല. ഫഖദ് അറഫ്തും അന്ന സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ. ആകാശ ലോകത്ത് നിന്ന് സ്വർണവും വെള്ളിയും താഴെ വീഴില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, അള്ളാഹു നൽകുന്ന സഹായം പോലും പല ആളുകളുടെയും കൈകളിലൂടെയാണ്. അങ്ങനെയാണ് അള്ളാഹു തരിക. അതിന് അള്ളാഹുവെ നീ തോന്നിപ്പിച്ചു കൊടുക്ക റബ്ബേ, അല്ലെങ്കിൽ എന്റെ മുമ്പിൽ വഴിയില്ല പടച്ചവനെ എന്നൊരു മുൽത്തറിന്റെ ദുആ. ഈ വാഹനം ഓടിക്കുന്ന ആള് കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, ബാക്കിൽ നിൽക്കുന്ന ആള് കൊല്ലാൻ നിൽക്കുന്ന, സലാം വീട്ടിയാൽ പിന്നെ കഴുത്തറക്കാനാ നിൽക്കുന്നത്. സബദാനിന്റെയും ഡമസ്കസിന്റെയും ഇടയിൽ നടന്ന ഈ സംഭവത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് അള്ളാഹുവിന്റെ കലാം എല്ലാം ഞാനങ്ങ് മറന്നുപോയി, പേടികൊണ്ട് മറന്നുപോയി. ഈ ഒരു ആയത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മ വന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹ് വയക്ഷിഫു السوء. കഴിഞ്ഞു, അത്ര തന്നെ ഓർമ്മ വന്നുള്ളൂ. അല്ലാഹുവേ നീയാണല്ലോ റബ്ബേ കഷ്ടപ്പെടുന്നവരുടെ ദുആ സ്വീകരിക്കുകയും അവരുടെ പ്രയാസം നീക്കിക്കൊടുക്കുകയും ചെയ്യുന്നത്. ആ ആയത്ത് ഒരുപാട് തവണ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നു, ഒരുപാട് തവണ. രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് സലാം വിട്ടാ നിൽക്കുമ്പോഴാണ് വഇദാ ബിഫാരിസിൻ മിൻ ഫമിൽ വാദി. ആ താഴ്വരയിൽ നിന്നൊരു കുതിര സവാരിക്കാരൻ ഓടിവരുന്നു, ഒരു കുതിരയോട്ടക്കാരൻ കുതിരപ്പുറത്ത് ഓടിവരുന്നു. യഖ്റുജു അലാ ഫറസിഹി വമഅഹു ഹിർബത്തുൻ. കയ്യിലൊരു ആയുധമുണ്ട്, കുതിരപ്പുറത്ത് ഓടി വരികയും ഫയൻതുലിഖു ഹത്താ യദ്രിബഹു ബിൽ ഹർബ ഫയുർദീഹി ഖതീലാ. നേരെ വരുന്നു, എന്നെ ലക്ഷ്യമാക്കിയല്ല വന്നത്, എന്റെ പിന്നിൽ ആയുധധാരിയായി നിൽക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് ഒരാൾ ഓടി വരികയും കുതിരപ്പുറത്ത് ഓടി വരികയും കയ്യിലുള്ള ആയുധം കൊണ്ട് അയാൾ വെട്ടുകയും ചെയ്തപ്പോ എന്നെ കൊല്ലാൻ നിന്നിരുന്ന മനുഷ്യൻ ചേതനയറ്റ് ശവമായി എന്റെ മുമ്പിൽ പിടഞ്ഞ് മരിക്കുകയാണ്. എന്റെ കൺമുമ്പിലാണ് ഞാൻ കാണുന്നത്. എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ ആളെ അള്ളാഹു ഒരാളയച്ച് കൊന്നിരിക്കുകയാണ്. ഞാൻ അയാൾ പിന്നെയും അവിടെ നിന്ന് യാത്ര ചെയ്തു പോകുമ്പോ അയാളുടെ വസ്ത്രം പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, അസ്അലുക ബില്ലാഹി മൻ അൻത. അല്ലാഹനെ വിചാരിച്ച് ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ്? എവിടുന്നാ നിങ്ങൾ വന്നത്? ആരാ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നെ ഇവിടെ കൊല്ലാൻ ഇയാൾ നിർത്തിയിരിക്കുകയായിരുന്നുവെന്ന് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ എന്നോട് മറുപടി പറഞ്ഞു, അനമിൻ ജുനൂദില്ലദീ യുജീബുൽ മുൽത്തറ ഇദാ ദആഉ വയക്ഷിഫു السوء. ഞാൻ ഏതൊരുത്തനെ സംബന്ധിച്ചാണോ നിങ്ങൾ ഇങ്ങനെ പറയാറുള്ളത്, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാടുള്ളവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയും വയക്ഷിഫു السوء പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ സൈന്യങ്ങളിൽപ്പെട്ട ഒരു സൈന്യമാണ് ഞാൻ, അതിൽപ്പെട്ട ഒരു പട്ടാളക്കാരനാണ് ഞാൻ. അത്രയേ ഞാൻ എന്നെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരൂ, മറ്റൊന്നും ചോദിക്കരുത്. പിന്നെ ഞാൻ മനുഷ്യരെ കണ്ടിട്ടില്ല. അല്ലാഹു ജല്ല ജലാലു ഒരു മുസീബത്ത് വന്നപ്പോ അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ പഠിച്ചു വെക്കുക.
ഈ ആയത്തൊക്കെ പഠിച്ചു വെക്കുക. ഏത് സങ്കീർണമായ വിഷയങ്ങളും മുമ്പിലേക്ക് വരുമ്പോഴും അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ദുആയാണ് സൂറത്തുൻ നംലിലെ ഈ ആയത്ത്, 62-ാമത്തെ ആയത്ത്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ വയക്ഷിഫുസ്സൂഅ, പ്രയാസങ്ങൾ നീക്കിത്തരികയും കഷ്ടപ്പെടുന്നവന്റെ, കുടുങ്ങിപ്പോയവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നവനെ അല്ലാഹുവേ. അത് മാത്രമേ നിസ്കാരത്തെ ഓർമ്മ ഉണ്ടായുള്ളൂ, ബാക്കിയൊക്കെ മറന്നുപോയി, പേടി കൊണ്ട് മറന്നുപോയി. അള്ളാഹുവിന്റെ ഫറജും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും ആ മനുഷ്യന്റെ മുമ്പിലേക്ക് വരികയാണ്. فإن مع العسر يسرا إن مع العسر يسرا. പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നു എന്നാണ് അള്ളാഹു നോക്കുന്നത്. പരീക്ഷണം വരുമ്പോ നമ്മൾ പതറുന്നുണ്ടോ? പരീക്ഷണം വരുമ്പോ നമ്മുടെ മനോഗതി എന്താണ്? പരീക്ഷണം വരുമ്പോ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും ദേവാലയങ്ങളിലേക്ക്, ക്ഷേത്രങ്ങളിലേക്ക്, കണക്ക് നോക്കുന്നവരിലേക്ക്, പിശാചിന്റെ സേവ ചെയ്യുന്നവരിലേക്ക്, പൂജ നടക്കുന്നിടത്തേക്ക്, അവിടെയാണെങ്കിൽ അവിടുന്ന് ഞാൻ എത്ര കാലമായി ദ്വാരക്കുന്നു, എത്ര ഉസ്താദന്മാരുടെ ദ്വാരക്കാൻ പറഞ്ഞു, എന്റെ കാര്യം ഇതുവരെ നടന്നിട്ടില്ല, എന്നാ പിന്നെ അവിടെ വലിയ പരിഹാരം ഉണ്ടെന്നാ കേട്ടത്, ഞാൻ ആ ക്ഷേത്രത്തിൽ അവിടെ നിന്ന് പോയി നോക്കട്ടെ. എന്റെ മുഅ്മിനെ, സഹോദര സഹോദരി, ഇത് സഹോദരിമാരെന്നാ കൂടുതൽ കാണുന്നത്. പൊന്നു സഹോദരി, ഈമാനിന്റെ കുപ്പായം അങ്ങട്ട് ഇറക്കി വെച്ചു, ഊരി വെച്ചു എന്ന് മനസ്സിലാക്കിക്കോ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. മുത്തനബിയുടെ റൗളയിലേക്ക് സ്വലാത്തുകൾ അല്ലാഹുവേ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ.